മന്ത്രി പറഞ്ഞത് ആശുപത്രിക്കുള്ളിൽ അധികാരം മന്ത്രിക്കാണ്, ഏതെങ്കിലും സംഘടനകൾക്കല്ല എന്നാണ്. ആശുപത്രിക്കുള്ളിൽ അധികാരം മന്ത്രിക്കാണോ എന്ന കാര്യത്തിൽ ഇവിടെ ആർക്കും തർക്കമുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, നിങ്ങളിപ്പോൾ തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ പോയാൽ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ചില ബ്ലോക്കുകൾ തന്നെ ചില സന്നദ്ധ സംഘടന എടുത്തു കൊടുത്തി ആ സംഘടനയുടെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ DYFIക്ക് 100 കണക്കിന് ആംബുലൻസുകളുണ്ട്. എന്താ പിന്നെ ഈ മന്ത്രി ഇതുപോലെയാണെങ്കിൽ നാളെ പറയൂലേ DYFIയുടെ ആംബുലൻസിൽ രോഗിയെ അങ്ങോട്ട് എത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഭക്ഷണം മാത്രമാണോ ഇവിടെ കൊടുക്കുന്നത്? ഓരോ ദിവസവും നിരവധി ആശുപത്രികളിൽ 1000-ൽ കൂടുതൽ രക്തം ദാനം ചെയ്യുന്ന സംഘടനയാണ് DYFI. ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴും DYFIക്കാണ് ഏറ്റവും കൂടുതൽ രക്തം ദാനം ചെയ്ത സംഘടനക്കുള്ള അവാർഡ് കിട്ടിയത്. അതാർക്കും നിഷേധിക്കാൻ വേണ്ടി കഴിയോ? നിങ്ങൾ ഈ മൈക്ക് കൊടുത്തിട്ട് ഈ ബ്ലഡ് ബാങ്കിൽ പോയി ചോദിക്കണം, ഈ കഴിഞ്ഞ ഈ ഒരു വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ക്യാമ്പ് നടത്തിയത് ഏത് സംഘടനയാണ്? DYFI ആണ്. ഇപ്പോൾ DYFIയുടെ പരിപാടിയുടെ ഭാഗമായിട്ട് രക്തം ദാനം ചെയ്തു എന്ന് പത്രത്തിൽ വന്നാൽ അത് തടയാൻ വേണ്ടി കഴിയോ? അപ്പോൾ സംഘടനയുടെ ഐഡന്റിറ്റിയെ മുരളീധരൻ എന്തിനാണ് ഭയപ്പെടുന്നത്? അതാ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. സംഘടനയുടെ ഐഡന്റിറ്റി എവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഈ 10 വർഷത്തിനിടയിൽ ഭക്ഷണ വിതരണത്തിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു സംഘർഷമോ എന്തെങ്കിലും ഒരു കേസോ എന്തെങ്കിലും ഒരു ക്രമസമാധാന പ്രശ്നമോ കേരളത്തിലെ ഏതെങ്കിലും ആശുപത്രിയിൽ ഏതെങ്കിലും സ്റ്റേഷൻ പരിധിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇവിടെയുമില്ല. ഭക്ഷണം സമാധാനപരമായി വിതരണം ചെയ്യുന്ന ഒരു കാര്യമല്ലേ? അതിൽ എന്തിനാണ് മണ്ണ് വാരിയിടുന്നത്? ചെയ്യുന്നുണ്ട്. മുസ്ലിം ലീഗ് ചെയ്യുന്നുണ്ട്, സേവാഭാരതി ചെയ്യുന്നുണ്ട്, റോട്ടറി ക്ലബ്ബ് ചെയ്യുന്നുണ്ട്, വിവിധ ക്ലബ്ബുകൾ, സന്നദ്ധ സംഘടനകൾ ഇതൊക്കെ ചെയ്യല്ലേ? ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒന്നും സഹായമില്ലാതെ ഈ ഗവൺമെൻറ് എല്ലാ കാര്യം ഏറ്റെടുത്ത് നടത്താൻ കഴിയുമോ? ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാലിയേറ്റീവ് പ്രവർത്തനം നടന്നാരാ? അവരൊന്നും ഐഡന്റിറ്റി ഉപയോഗിക്കുന്നില്ലേ? ഏറ്റവും കൂടുതൽ രക്തം ദാനം ചെയ്ത സർക്കാരിൻ്റെ ഭാഗമായിട്ടാണോ രക്തം ദാനം നടക്കുന്നത്? കൂടുതൽ ആംബുലൻസ് സർവീസ് നടത്തുന്നത് എങ്ങനെയാണ്? അപ്പോൾ എന്തെല്ലാം തരത്തിൽ വിവിധ കമ്മ്യൂണിറ്റികളുടെ സഹായം ഉറപ്പുവരുത്തിയിട്ടല്ലേ ഒരു സർക്കാരിന് പോകാൻ കഴിയുക? അവരെല്ലാം ചേർത്ത് നിർത്തിയിട്ട് എല്ലാവർക്കും സൗകര്യപ്രദമായി ജീവിക്കാൻ സാധ്യമാവുന്ന ഒരു അന്തരീക്ഷം ഒരുക്കുകയല്ലേ സർക്കാരിൻ്റെ ഉത്തരവാദിത്വം? എന്തിനാണ് മുരളീധരൻ ഈ DYFI കൊടുക്കുന്ന ഈ പൊതിച്ചോറിൽ മണ്ണ് വാരിയിടുന്നത്? അത് അങ്ങേയറ്റം അപലപിക്കേണ്ട ഒരു കാര്യമല്ലേ? DYFI ഇന്നലകളിൽ ഇന്ന് എങ്ങനെയാണോ ഭക്ഷണം വിതരണം ചെയ്തത് അതുപോലെ തന്നെ തുടർന്നും അങ്ങോട്ട് ചെയ്യും. DYFIയുടെ ഭക്ഷണ വിതരണത്തിന് തടസ്സപ്പെടുത്താൻ ഒരു മന്ത്രിയെ കൊണ്ടും കഴിയില്ല. നിപ്പ കാലത്ത്, കോവിഡ് കാലത്ത്, മഹാപ്രളയത്തിൻ്റെ നാളുകളിൽ നിരവധി ആക്രമണങ്ങൾ DYFI ഏറ്റുവാങ്ങേണ്ടി വന്ന നാളുകളിൽ ഒന്നും മുടങ്ങാത്ത ഭക്ഷണം ഈ മന്ത്രിയുടെ പ്രസ്താവന കൊണ്ട് മുടക്കാമെന്നത് അതൊരു വ്യാമോഹമാണ്. കേരളത്തിൽ DYFI അതിൻ്റെ ഇന്നലകൾ കടന്നു വന്ന വഴികളുടെ ചരിത്രം നമുക്കറിയാം. തീർച്ചയായിട്ടും ഇതിനേക്കാൾ വലിയ വെല്ലുവിളികൾ അതിജീവിച്ചാണ് DYFI മുന്നോട്ട് വന്നത്. DYFIയെ തടസ്സപ്പെടുത്താൻ ഒരു മുരളീധരനെ കൊണ്ടും കഴിയില്ല. നേരത്തെ ഈ മന്ത്രിക്ക് മുൻപായി ഇത്തരം പൊതിച്ചോറിനെതിരെ പ്രസ്താവന നടത്തിയ രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു. അതേ സ്വരത്തിലാണോ ഇപ്പോൾ മന്ത്രിയുടെ പ്രസ്താവന? രാഹുൽ മാങ്കൂട്ടത്തിൽ അതേ സ്വരമാണോ ഇപ്പോൾ ഈ പൊതിച്ചോറ് വിതരണത്തിൽ മന്ത്രിയുടെ? അതായത് തങ്ങളെ കൊണ്ട് കഴിയാത്തത് വേറെ ആരും ചെയ്യണ്ട എന്നാണ് ഇവരുടെ എല്ലാം കാഴ്ചപ്പാട്. കാരണം വയനാട് ദുരന്തമുണ്ടായി, ഞങ്ങളവിടെ ഓടിയെത്തി ഒരുപാട് സന്നദ്ധ പ്രവർത്തനം നടത്തി. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ 25 വീടുകൾ നിർമ്മിച്ചു കൊടുക്കും. 25 പറഞ്ഞിട്ട് 100 വീട് നിർമ്മിക്കാനാവശ്യമായ പണം അവിടെ സർക്കാരിൽ കൈമാറിയിട്ടാണ് DYFI ആ പ്രവർത്തനം അവസാനിപ്പിച്ചത്. എന്നാൽ 30 വീട് നിർമ്മിക്കുമെന്ന് പറഞ്ഞ് കോടികൾ പിരിച്ചിട്ട് ഒരു വീട് പോലും നിർമ്മിക്കാത്ത യൂത്ത് കോൺഗ്രസ് അല്ലേ? യൂത്ത് കോൺഗ്രസ് എന്തെല്ലാം കാര്യത്തിൽ അഭിപ്രായം പറയും? ലഹരിക്കെതിരായി ഞങ്ങൾ ഇറങ്ങും എന്ന് പറയും. എവിടെയെങ്കിലും ഇറങ്ങിയതായിട്ട് കണ്ടിട്ടുണ്ടോ? ഇത്തരം ഏതെങ്കിലും സന്നദ്ധ പ്രവർത്തനം നമ്മൾ കണ്ടിട്ടുണ്ടോ? രക്തം ദാനം ചെയ്യുന്ന പരിപാടി ഏതെങ്കിലും ഫോട്ടോഷൂട്ടൊക്കെ കാണും, പക്ഷേ എണ്ണത്തിൻ്റെ കാര്യം പരിശോധിച്ചാൽ അവിടെയുണ്ടോ? നിങ്ങൾ പരിശോധിക്കണം. അപ്പോൾ യൂത്ത് കോൺഗ്രസിനെ കൊണ്ട് ഇതൊന്നും കഴിയില്ല. കേരളത്തിൽ ഒരു ദിവസം 40,000-ൽ കൂടുതൽ പൊതിച്ചോറ് ശേഖരിക്കാൻ യൂത്ത് കോൺഗ്രസിനെ കൊണ്ട് കഴിയുമോ? അപ്പോൾ തങ്ങളെ കൊണ്ട് കഴിയാത്ത കാര്യം ആരും ചെയ്യണ്ട എന്നാണ് അവർ ധരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു അംഗീകാരമുണ്ട്. കാരണം ലോക മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നു. ചില ആളുകൾക്ക് ഇത് സംശയമാണ്. സത്യം പറഞ്ഞാൽ ദ ഗാർഡിയനിൽ റിപ്പോർട്ട് വന്നു. ഗാർഡിയൻ റിപ്പോർട്ട് വന്നപ്പോൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിങ്ങളെപ്പോലെ ചാനൽ പ്രവർത്തകർ എന്നെ വിളിച്ചു, ഇങ്ങനൊരു സംഭവം ഉണ്ടോ, ഇത് യാഥാർത്ഥ്യമാണോ എന്ന് ചോദിച്ചിട്ട്. ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ഒരു ദിവസം ഇങ്ങോട്ട് വാ, ഞങ്ങൾ കാണിച്ചു തരാം. അങ്ങനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും എറണാകുളത്തേക്ക് വന്നിട്ട് ഡൽഹിയിൽ നിന്ന് വിവിധ ഇടങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് ഇത് റിപ്പോർട്ട് ചെയ്ത് പോയില്ലേ? ലോകത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കുന്ന വിധത്തിലൊരു പ്രവർത്തനമായിട്ട് ഇത് മാറിയില്ലേ? അപ്പോൾ ഇതിനോടുള്ള അസൂയാണ്, കുശുമ്പാണ്. തങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തത് മറ്റുള്ളവർ ചെയ്യണ്ട, അങ്ങനെ ഒരു അംഗീകാരം DYFI കിട്ടണ്ട എന്നാണ്. ഇത് DYFIക്ക് കിട്ടണ്ട എന്ന് പറയുമ്പോൾ DYFIക്ക് മാത്രമല്ല പരിക്കേൽക്കുന്നത്. ഇതുപോലെ ഭക്ഷണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന 40,000-ൽ കൂടുതൽ ആളുകൾ ഓരോ ദിവസവും ഉണ്ട്. അവർക്കാണ് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുക. അതുകൊണ്ട് ഗവൺമെൻറ്റും ഗവൺമെൻറ് ഉപദേശിക്കുന്ന ആളുകളെല്ലാം
ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.